ഇപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പത്തെ ജനറേഷൻ ജെൻസി എന്ന് പറയുന്ന ജനറേഷന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കുറെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന ആ ഒരു തോട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന സംഭവങ്ങള് വരുന്ന ജനറേഷനാന്ന് പറയാനുണ്ട്. അപ്പൊ അതിലൊരാളാണ് ഇപ്പോ സാൻഡ്രയും. അപ്പൊ ഞാനും ജെൻസി വരുന്നു, സാൻഡ്രയും വരുന്നു. എന്താണ് തോന്നിയേക്കണേ ഇങ്ങനെ ഇപ്പത്തെ ജനറേഷന്റെ ഒരു മൊത്തത്തില്? അപ്പോ അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം കാലം മാറി അങ്ങനത്തെ ഒരു ട്രെൻഡിലേക്ക് അതെ നമ്മളിപ്പോ. പക്ഷെ തോന്നാറുണ്ട്, കാരണം കുഞ്ഞിലൊക്കെ ആണെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നിയാണ്, ശരിയാണോ തെറ്റാണെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ഒക്കെ കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും കുറച്ചുകൂടെ കുട്ടിത്തായിരുന്നല്ലോ നമ്മളൊക്കെ. ഇപ്പൊ ഫോൺ ഒക്കെ കിട്ടുന്നതൊക്കെ +2 കഴിഞ്ഞിട്ടൊക്കെയാണ് ഫോൺ കൈ കിട്ടുന്നത്. ഇപ്പൊ ഒരു UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാം അറിയാം, ഫോണിലാണ് അവർ ജീവിക്കുന്നത്. അതില് നല്ല കാര്യങ്ങളും ഉണ്ട്, എന്നാലും കൂടുതലും മോശ കാര്യങ്ങൾ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ പഴയ കുട്ടിക്കാലമായിരുന്നു നല്ലതെന്ന് തോന്നാറുണ്ട്. പിന്നെ ഇപ്പൊ നമുക്കൊന്നും മാറ്റാൻ പറ്റില്ല, ട്രെൻഡിനൊപ്പം പോവാന്നുള്ളതാണല്ലോ, നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതില് പിന്നെ അജാസിനൊപ്പം കുറച്ച് ഡാൻസ് സോങ്സ് ഒക്കെ ഉണ്ടല്ലേ, പിന്നെ ഡാൻസ് റിയാലിറ്റി ഷോയിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡാൻസർ ആണോ? ഞാൻ മഞ്ജ് ഡാൻസ് എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിൽ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് ഉള്ള ഡാൻസിന് ഒരു ടൈപ്പ് ഒക്കെ തന്നെയായിരുന്നു. പ്രൊഫഷണൽ ഡാൻസർ ആണോ? ഞാന് UKG തൊട്ടേ പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ക്ലാസിക്കലാണ് കൂടുതൽ. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം അതാണ് ട്രെയിൻഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളത്. പിന്നെ ഈ റിയാലിറ്റി ഷോ വന്ന ടൈമിലാണ് ഈ വെസ്റ്റേണും എല്ലാ റൗണ്ടും വരുമല്ലോ, അതിൽ കണ്ടംപററി അതെല്ലാം വരുമ്പോൾ നമ്മൾ അതിനു വേണ്ടി പഠിച്ച് എല്ലാ സ്റ്റൈലും ഏകദേശം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒത്തിരി ഇനി പഠിക്കാനുണ്ട്, ഒന്നും ആയിട്ടില്ല. എന്നാലും അത്യാവശ്യം കളിക്കും. ഇപ്പൊ ചെറിയ കൊറിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇവന്റ്സ് ഒക്കെ വരുമ്പോ അങ്ങനെയൊക്കെ. അപ്പൊ മൾട്ടിപ്പിൾ ജോബ്, ലൈക് മൾട്ടി ടാലന്റഡ് എന്ന് പറയാല്ലേ? അങ്ങനെ പാട്ട് പാടോ? ഇല്ല, പാട്ട് പാടില്ല. പാട്ട് കേട്ട് എല്ലാരും എണീറ്റ് ഓടും. അതില്ല, അത് മാത്രമില്ല. ട്രൈ ചെയ്യാൻ നമുക്ക്. വേണ്ട, പാട്ട് തീരെ വഴിക്ക് വരാത്തൊരു സാധനമാണ്. അപ്പൊ ഈ മൂവിയിലുണ്ടോ ഡാൻസ് ഉണ്ട്, 2 സോങ്ങില് ഡാൻസ് ഉണ്ട്. അതിലൊന്ന് നമ്മള് കൊറിയോഗ്രാഫേഴ്സ് വന്ന് തന്നെയാ പഠിപ്പിച്ചതൊക്കെ. അത് പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടുപേർക്കും കുറച്ചുകൂടെ ഈസി ആയിരുന്നു ചെയ്യാൻ. നമ്മള് കുഞ്ഞിലെ ചെയ്ത ശീലമുള്ളതുകൊണ്ട് ഓക്കെ ആയിട്ട് അതൊന്ന് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്യാൻ പറ്റി, കുഴപ്പമില്ലായിരുന്നു. അതിലും ഈ റൊമാൻസ് എലമെന്റ് ആയിരുന്നു കുറച്ച് പാട് ചെയ്യാൻ. അതിങ്ങനെ അവര് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താലേ ആ സംഭവം വരത്തുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ ചെയ്തു. ഇപ്പൊ മൂവിയില് ഇപ്പൊ സെറ്റില് ഒബ്വിയസ്ലി കുറെ ആർട്ടിസ്റ്റ് ഉണ്ട്, എല്ലാവരുമായിട്ട് മിങ്കിളായിരുന്നോ? ഇങ്ങനെ ലൈക്ക് എന്തെങ്കിലും കോമഡി ആയിട്ട് എന്തെങ്കിലും നടന്നായിരുന്നോ? കോമഡി ആയിട്ട് ഉണ്ടായിരുന്നു ഇൻസിഡൻസ് ഒക്കെ. എല്ലാരും ഇപ്പം വലിയ ലോങ് ടേം ആയിട്ട് ഷൂട്ടിംഗ് നടന്ന ഫിലിം അല്ലല്ലോ ഇത്. എല്ലാരും കമ്പനിയായി വരുമ്പോ ഒരു 1-2 days ആവും. അപ്പോഴത്തേക്കും ആക്ച്വലി ഷൂട്ട് പിന്നെ ഒരു 2 days കൂടെ കോമൺ സീൻസ് കാണത്തുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു അജാസുമായിട്ടാണ് കുറച്ചുകൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. അവനും ആദ്യം കുറച്ച് പാടായിരുന്നു കമ്പനി ആവാനൊക്കെ. ഞാനാണെങ്കിലും അങ്ങോട്ട് അധികം പോയി പെട്ടെന്ന് കയറി മിണ്ടത്തില്ല. ഇങ്ങോട്ട് അവനും വിചാരിച്ച് ഞാൻ വന്ന് മിണ്ടട്ടെ, എന്ത് തോന്നും അങ്ങോട്ട് പോയാൽ ഡിസ്റ്റർബൻസ് ആവോ. ഞാനും വിചാരിച്ച് അവൻ എന്താ മിണ്ടാത്ത, അവൻ വന്ന് മിണ്ടിയാലോ. പിന്നെ 2 days അങ്ങനെ ഒക്കെ പോയി. പിന്നെ നമ്മൾ ഫുൾ കമ്പനിയായി, ഒരു റാപ്പും ഒക്കെ വന്നു, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ എക്സ്പീരിയൻസ് ആണെങ്കിൽ എല്ലാം നമ്മളിപ്പോ ഒരു ഗ്യാപ്പും കൂടെ കഴിഞ്ഞ് വരുന്നത് കൊണ്ട് എല്ലാവരും ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് കുറെ ചെയ്ത് നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ എല്ലാവരുടെയും ഒത്തിരി പഠിക്കാനുണ്ട്. അങ്ങനെ നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പൊ ഇതുവരെ മൂവിയിലേക്ക് വരുമ്പോ ഡ്രീം റോൾ അല്ലെങ്കിൽ ഇന്ന ആളുടെ ഒപ്പം ആക്ട് ചെയ്യണം അങ്ങനെ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല, പക്ഷെ ഈ ചില ക്യാരക്ടേഴ്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ, അതായത് ഇപ്പൊ ഒരു ഇന്ന ആളെന്നോ ഇന്നൊരു ആക്ടർ ആക്ട്രസ് അങ്ങനെ പറയാനില്ല, പക്ഷെ ഒരു ഫിലിം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ അപ്പൊ പുള്ളിക്കാരി ചെയ്തത്, കൂടുതലും ഫീമെയിൽ നമ്മൾ അങ്ങനെയല്ലേ നോക്കത്തുള്ളൂ. അപ്പൊ ഫീമെയിൽ ഓറിയന്റഡ് ഫിലിംസ് ഒക്കെ വരുമ്പോൾ നല്ല ക്യാരക്ടർ അല്ലേ, അതുപോലെയൊക്കെ അഭിനയിക്കാൻ കിട്ടണം, ചാൻസ് കിട്ടിയെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാമായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ സിനിമ റിലീസിന് റെഡി ആയിട്ടിരിക്കണം, എന്ത് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട്? എല്ലാരും ഫിലിം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നല്ലൊരു മെസ്സേജ് ഉള്ള മൂവിയാണ്. ഒരുപാട് ഇതിന്റെ ഇടയിലും എല്ലാവരും ആ ഒരു കോമൺ തോട്ട്, നല്ലൊരു മെസ്സേജ് എല്ലാവരിലേക്കും എത്തട്ടെ എന്നും പറഞ്ഞ് ചെയ്ത മൂവിയാണ്. കൊലപാതകങ്ങൾ എന്നുള്ള ഒരു വയലൻസ് എലമെന്റ് മാത്രമല്ല, എല്ലാം ഉണ്ട്, എന്റർടൈൻമെന്റ് ആണ്, എല്ലാ ടൈപ്പ് ഓഫ് സാധനങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. സിനിമ ഹിറ്റ് ആവട്ടെ. സാൻഡ്രയും എന്താ പറയാ വെറൈറ്റി റോൾസിൽ നമ്മുടെ മുന്നിൽ എത്തട്ടെ. താങ്ക് യു.